അമ്മേ അച്ഛൻ ഇവിടെ വാടാ. എന്താ അമ്മേ? ഇവിടെ വരാൻ. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ വീട്ടിൽ പോയിട്ടില്ലാന്ന്? അതെ. എന്നിട്ടിപ്പോ ഇയാള് വന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? രാത്രി കാലങ്ങളിൽ നീ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവിടെ ചെല്ലാറുണ്ടെന്ന്. നീ വരട്ടെ എന്ന് വിചാരിച്ചു ഞാനും ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ കയറിക്കൂടാനുള്ള ഉദ്ദേശമാ. പറഞ്ഞു വിടറാ തന്റെ മോളെ. ഉഷേ അച്ഛാ പോവാം. നായിന്റെ മോനെ, സ്വന്തം ഭാര്യയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയാണെന്ന് പറയാനുള്ള തന്റെ ഇടം പോലും ഇല്ലടാ നിനക്ക്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേട്ടില്ലേ? നിങ്ങൾ നിഷേധിക്കുന്ന പോലെ ഇവന് നിഷേധിക്കാൻ പറ്റില്ല. ഇതേ ഇവന്റെ ഭാര്യ, ഈ നിൽക്കുന്നവന്റെ കുട്ടികളാ. തൽക്കാലം ഞാൻ ഇവൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അവിടെ കയറ്റി പൊറപ്പിക്കാനൊന്നുമല്ല, ഇവൻ അവിടെ വരാറുണ്ടെന്ന് നാട്ടുകാരൊന്ന് ബോധ്യപ്പെടുത്താനാ. 2 ദിവസം കഴിഞ്ഞ് വിടാം. കേറാ. മാത്തല്ലില്ലാത്തവൻ. 8 ഗുണം 10 ഗുണം. ഓടോ കോപ്പേ. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞു. ഇപ്പൊ നീ എന്തോ പറഞ്ഞല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞു. മര്യാദക്ക് പറയുന്നത് നല്ലത്. പറയടോ. ഓടോ കോപ്പേ എന്നാ പറഞ്ഞേ. ഓ കോപ്പേ. മാളവിയേ ഒരു മുறை വന്ന് പാത്തായാ ജന്മനം നീ അറിந்தாയോ. എന്തിനാ ഇപ്പോഴും ഈ പാട്ട് പാടുന്നത്? ഈ പാട്ട് കേട്ടാലേ പേടിച്ചാരും പുറത്തിറങ്ങൂല. ഇത് പ്രേതത്തിന്റെ പാട്ടാ. ആരാന്നാ ചോദിച്ചത്? എന്താ അമ്മേ? ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. വല്ല പൂച്ചയോ മറ്റായിരിക്കും. അടുക്കളയിൽ സ്ഥിരം കയറുന്ന കള്ളിപ്പൂച്ചയാണെന്നാ തോന്നണത്. കൊച്ചിനെടുത്ത് വെച്ച് പാൽ ഇപ്പൊ തട്ടിമറിച്ചിട്ട് ഓടിയതേ ഉള്ളൂ. ആഹാ, എങ്കിലതിനെ വിടരുത്. ശാവം. അത് പൂച്ചയല്ല അച്ഛാ, മരപ്പട്ടിയാണ്. കല്ലെടുത്തെറി. ശബ്ദം കേട്ടാൽ അറിയാം. ആഹാ. ചാത്തന് തോക്ക് പറ്റിയില്ല. ചാത്തനേറ് തറവാട് മുടിയാൻ പോണേന്റെ ലക്ഷണ. ഈ തറവാടിന് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഒരു ആൺകുഞ്ഞ് ജനിക്കണം. നിർത്ത്. നീ ഇതവിടെ പോന്നു? ഇന്നലെ നീ ഇവിടെ ഇറങ്ങി, 2 ദിവസം മുമ്പ് നിന്നെ കാണാതെ ഇവിടെ വെച്ചാ എന്താ കാര്യം? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നീ പോയിക്കോ. ഓഫീസിനടുത്ത് ബൂത്തുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചാൽ ശരിയാവൂല. അല്ല, ഇവിടെ ആകുമ്പോ 10 ലൈനുണ്ട്, എളുപ്പം കിട്ടും. നീ പോയിക്കോ, വൈകുന്നേരം കാണാം. ഒരു നമ്പർ വേണം. ആ നമ്പർ മനസ്സിലായി. അത് ഈ ഫോണിൽ കിട്ടില്ല. ഇയാൾക്ക് എന്താ വേണ്ടത്? പാടണം. ഫോണിൽ പാടണോ? ഫോണിൽ പാടണ്ട, താൻ എന്റെ കൂടെ പാടണം. പറ്റില്ല എന്ന് എത്ര വട്ടം പറയണം? എത്ര വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, പാടാതെ ഞാൻ വിടില്ല. ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ എത്ര വാശി? അന്തസ്സുള്ള ട്രൂപ്പിലെ പ്രധാന ഗായികയായിട്ടില്ലേ വിളിക്കുന്നത്? എന്താ വന്നാല്? എനിക്ക് പറ്റില്ല. ഇയാൾ വേറെ ആളെ നോക്കിക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, പിന്നെ തന്റെ പാട്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസുകാരൊന്നും പാടിയ ശരിയാവില്ല. താൻ ഇറങ്ങി പോകുന്നുണ്ടോ? എന്താ മോളെ പ്രശ്നം? ഇയാളുടെ ട്രൂപ്പിൽ ചേരണോ അത്രേ? ഓഹോ, ട്രൂപ്പാണല്ലേ? ട്രൂപ്പ് ഇങ്ങോട്ട് എണീക്കട്ടെ ട്രൂപ്പേ. എത്ര നാളായി ഈ ട്രൂപ്പ് തുടങ്ങി? ഓഹോ, എന്നിട്ട് ഇതുവരെ എത്ര പെങ്കൊറ്റങ്ങളെ ട്രൂപ്പ് ആക്കി? അടിച്ചിവന്റെ ഒക്കെ ട്രൂപ്പ് അടക്കാൻ വേണ്ടത്. എവന്റെ ട്രൂപ്പിലൊരു പഞ്ചാരടി. പഞ്ചാരത്തിന്റെ മറ്റടാ, നിന്നെ പോലെ പല ട്രൂപ്പന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിച്ചില്ല പല്ലിയാൻ നിർത്തിക്കും. ശബ്ദം പോവും. ഈ മാസം 33 പരിപാടിയുള്ളതാ. ശബ്ദം പോവും. എന്താ പ്രശ്നം?
ഒന്നുമില്ല, ഒരു പൂവാലനാ. ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. അയ്യേ, ഞാൻ പൂവാലനല്ല, പിന്നെ സിംഹവാലനാ. വേണ്ട, ഒന്നും ചെയ്യണ്ട. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. പ്ലീസ് ഒന്ന് പോയട്ടെ. പ്ലീസ് മാറി. എന്താടാ 10 കിട്ടിയില്ലേ എന്ന് വെച്ച് ഞാൻ പിന്മാറുമെന്ന് വിചാരിക്കണ്ട. 11 kV ഇലക്ട്രിക് ലൈൻ ഞാൻ വലിക്കും. നീ വണ്ടി വിടറാ. നിന്റെ കാര്യം പോക്കാ. ഓ, അവനാണോ? എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വന്നിട്ട് വലിയ ഗമയിലൊരു ഫോൺ വിളിയാ. എന്റെ ട്രൂപ്പിൽ ആരെ എടുക്കില്ല, ഭയങ്കരൻ പാട്ടുകാരെ മാത്രമേ എടുക്കുള്ളൂ. എല്ലാം തട്ടിപ്പാ എന്നെ കേൾപ്പിക്കാൻ. നിന്നെ കേൾപ്പിക്കുന്ന എന്തിനാ? നമ്പർ ഇടാൻ. ആ നമ്പർ ഞാൻ പൊളിച്ച് പാളീസാക്കി. അന്ന് ശരിക്കും ചമ്മി പോയതാ. പിന്നെ വരില്ല എന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് ഒരു നാണോ ഇല്ലാതെ പിന്നെയും കയറി വന്നു. ഷടാ, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? താൻ എന്റെ ട്രൂപ്പിൽ ചേരണം, ചേരാതെ ഞാൻ വിടില്ല, തന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ചൂടായി, ഇറങ്ങി പോവാൻ പറഞ്ഞു. അപ്പൊ അയാൾ പോവില്ലെന്നായി. അപ്പൊ ഞാൻ ഒച്ച വെച്ചു. ഫോൺ ചെയ്യാൻ വന്ന ആളുകളൊക്കെ കൂടി അയാളെ കഴുത്തിന് പിടിച്ചു പുറത്തേക്ക് ഒറ്റത്ത. അച്ഛാ, ട്രൂപ്പേ. ഓ, ഇയാളാണ് ആ ട്രൂപ്പ് അല്ലേ? അതെ. തന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ ഇപ്പൊ തീരുമാനിച്ചതേ ഉള്ളൂ. ഇരുന്നോട്ടെ. കുടുംബത്ത് കയറി വന്നതല്ലേ, ഇരുന്നോ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഇത്തിരി ഓവറായി പോയി. അതിന്റെ പേര് താനിപ്പോ ഒത്തിരി ഓവറാവുണ്ടെന്ന് കേട്ടല്ലോ. അയ്യോ, ഞാന് ട്രൂപ്പ്. അതെ. ഓ, തനിക്ക് നാണമല്ലേ പെങ്കൊച്ചുങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്താൻ? അയ്യോ, ഞാൻ ശല്യപ്പെടുത്തിയതല്ല. ഇത്രയും മുതിർന്നൊരു പെണ്ണിനെ ടെലിഫോൺ ബൂത്തിൽ ജോലിക്ക് അയക്കണമെങ്കിൽ ഇവിടുത്തെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവും അറിയാലോ. വെറുതെ അവിടെ ചെന്ന് ആ ജോലിയോട് ഇല്ലാതാക്കരുത്. അയ്യോ അമ്മേ, അമ്മ കരുതുന്ന പോലെയൊന്നുമല്ല. അംബിക എന്റെ ട്രൂപ്പിൽ ചേർക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. അങ്ങനെ കണ്ട ഗാനമേളയ്ക്കൊന്നും അവളെ അയക്കില്ല. ഇതങ്ങനെ അലവലാതെ ട്രൂപ്പൊന്നുമല്ല, എന്റെ സ്വന്തം ട്രൂപ്പാ. റിഹേഴ്സലൊക്കെ വീട്ടിലാ. റിഹേഴ്സൽ വീട്ടിലോ കാട്ടിലോ എവിടെ വേണേലും വെച്ച് നടത്തിക്കോ. അതിന് എന്റെ മോളെ കിട്ടില്ല, മനസ്സിലായല്ലോ. ഇനി ഇതും പറഞ്ഞോണ്ട് അവിടെ എവിടെ ഒന്നും കണ്ടുപോകരുത്. വെക്കോ. അല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ല. തന്നോട് പോകാനല്ലേ പറഞ്ഞത്? അല്ല, ട്രൂപ്പിലേക്ക് വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിലേക്ക് വിട്ടൂടെ? എന്തിനാ? വീട്ടുവേലയ്ക്കോ? അല്ല, ഞാൻ താൻ കഴിച്ചോളാം. കഴിച്ചോളാവുന്നോ? അല്ല, കല്യാണം കഴിച്ചോളാം. ഞാൻ ബാലേന്ദ്രൻ ഉണ്ണിത്താൻ, കുന്നത്ത് ബംഗ്ലാവിലെ മാളവികയുടെ ഇളയ മകനാ. കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിരുന്ന. സത്യം പറഞ്ഞ അംബികയെ കണ്ടപ്പോ തീരുമാനം മാറ്റേണ്ടി വന്നു. ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ തീരുമാനം. അത് ഞാൻ അച്ഛനമ്മയും കൂടെ അയക്കാം, അവരോട് പറഞ്ഞാൽ മതി.